الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റമളാനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത്. റമളാനെ കുറിച്ച് തന്നെയാണ് ഇനിയും നമുക്ക് പറയാനുള്ളത്. കാരണം റമളാൻ ഇതാ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ റമളാൻ ഉപരിയായിട്ട് മറ്റൊരു വിഷയവും നമുക്ക് സംസാരിക്കുക സാധ്യമല്ല. സഹോദരങ്ങളെ, എന്തിനാണ് റമളാൻ എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടിയാണ് പ്രാരംഭത്തിൽ നമ്മൾ ഓതി വെച്ചത്. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ളവരാവുന്നതിന് വേണ്ടിയാണ് നോമ്പ്. നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം നമ്മെ വീണ്ടും വീണ്ടും സൂക്ഷ്മതയുള്ളവരാക്കുക എന്നുള്ളതാണ്. നമ്മുടെ തഖ്വയെ കൂടുതൽ ദൃഢീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ തഖ്വയെ വീണ്ടും ശക്തിപ്പെടുത്തുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കലും അവൻ്റെ നിരോധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലുമാണ് തഖ്വ എന്ന് പറയുന്നത്. റമളാൻ ഖുർആന്റെ വാർഷികാചരണമാണ്. ഖുർആൻ ആദ്യമായിട്ട് അതിൻ്റെ വചനങ്ങൾ ഇറങ്ങുന്നത് റമളാൻ മാസത്തിലാണ്. എന്താണ് തഖ്വ എന്ന് ഖുർആനുമായി ബന്ധിപ്പിച്ചു പറയുമ്പോൾ ഈ ഖുർആനികാധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ ഒരു വിശ്വാസി പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറയുന്നത്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുകയും അവന്റെ നിരോധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ പ്രകടിപ്പിക്കേണ്ടുന്ന ജാഗ്രതയാണ്, സൂക്ഷ്മതയാണ് തഖ്വ. ഈ കൽപ്പനകളും നിരോധനങ്ങളുമുള്ളത് ഖുർആനിലാണ്, അതിൻ്റെ വിശദാംശമായ സുന്നത്തിലാണ്. ഖുർആനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തഖ്വയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഖുർആനികമായ കൽപ്പനകൾ മുറുകെ പിടിക്കുന്നിടത്തുള്ള ജാഗ്രത, ആ ജാഗ്രത പരിശീലിക്കുവാനുള്ള കളരിയായി പാഠശാലയായിട്ട്
അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഖുർആൻ ഇറങ്ങിയ മാസം തന്നെയാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. സത്യാസത്യ വിവേചന ഗ്രന്ഥമായി ജനങ്ങൾക്ക് സന്മാർഗമായി ഖുർആൻ ഇറങ്ങിയ മാസം. ആ മാസത്തിൽ ആരെങ്കിലും ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ വ്രതം അനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഖുർആൻ പറയാൻ റമദാനും ഖുർആനും തഖ്വയും തമ്മിലൊരു ബന്ധമുണ്ട്. റമദാൻ എന്ന് പറയുന്ന ഖുർആന്റെ വാർഷികം ആചരിക്കുന്ന മാസം, അതോടൊപ്പം തന്നെ തഖ്വയുടെ പരിശീലന കളരിക്ക് വേണ്ടി ഖുർആൻ തെരഞ്ഞെടുത്ത മാസം, അതാണ് റമദാൻ. സഹോദരങ്ങളെ, ഈ തഖ്വ മൂന്നിനമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹനെ സൂക്ഷിക്കുക. ഒന്നാമത്തെ ഇനം അള്ളാഹുവോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മത, അള്ളാഹുവോടുള്ള ബന്ധത്തിലെ സൂക്ഷ്മത എന്നുള്ളതാണ്. അള്ളാഹുവോടുള്ള മനുഷ്യന്റെ ബന്ധം എന്ന് പറയുന്നത് ഖിലാഫത്തുല്ലാഹി ഫിൽ അർദ്. അള്ളാഹുവിന്റെ പ്രതിനിധി ഖലീഫയാണ് മനുഷ്യൻ. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, നിശ്ചയം ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഖലീഫയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവോടുള്ള കടപ്പാടുകളിൽ അള്ളാഹുവിനുള്ള ഇബാദത്തിലുള്ള തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്ത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുക എന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അള്ളാഹുവോടുള്ള കടപ്പാടുകളിലെ തഖ്വ ഇഖ്ലാസാണ് സഹോദരങ്ങളെ. അള്ളാഹുവോടുള്ള കടപ്പാടുകളിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കുക, മറ്റാരുടെയും പ്രീതി ലക്ഷ്യമാക്കാതിരിക്കുക എന്നതാണ് ഇഖ്ലാസ്. അതാണ് ഇബാദത്തുകളിലെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതാണ് തഖ്വയുടെ ഒന്നാമത്തെയും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഇനം എന്ന് പറയുന്നത്. കാരണം ലക്ഷ്യം മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി എന്ന രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മം എത്രമാത്രം കഠിനമാണെങ്കിലും പ്രയാസമേറിയതാണെങ്കിലും അള്ളാഹിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാവുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇന്ന റജുല യുഖാതിലു ശുജാഅതൻ വയുഖാതിലു ഹമിയതൻ വയുഖാതിലു റിയാഅൻ അയ്യുദാലിക ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ ധീരത പ്രകടിപ്പിക്കാൻ, വേറൊരു മനുഷ്യൻ അയാളുടെ ആഭിജാത്യം പ്രകടിപ്പിക്കാൻ, വേറൊരു മനുഷ്യൻ അയാളുടെ ലോകമാന്യം പ്രകടിപ്പിക്കാൻ യുദ്ധം ചെയ്യുന്നുണ്ട്, രണാങ്കളത്തിലേക്ക് ഇറങ്ങി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന രൂപത്തിലാണ് പോരാടുന്നത്. പക്ഷേ അവരുടെ മനസ്സിലേക്ക് ചില താല്പര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഒരാൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ വലിയ ധീരനായി അയാൾ അറിയപ്പെടണമെന്നതാണ്. വേറൊരാൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ വലിയ തറവാടിയായിട്ട് അയാൾ അറിയപ്പെടണമെന്നതാണ്. മറ്റൊരാളുടെ ആഗ്രഹവും ലോകമാന്യമാണ്. ഇതിലേതാണ് അയ്യുദാലിക ഫീ സബീലില്ലാഹ്, ഇതിലേതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടമെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ സ്വഹാബിമാരെ സ്തംഭിച്ചു നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു കൊടുക്കുന്നു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ വചനം ഭൂമിയിൽ ഉയർന്നു നിൽക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ മാത്രം, മറ്റൊരു ലക്ഷ്യവുമില്ല. അള്ളാഹുവിന്റെ വചനം ഭൂമിയിൽ ഉയർന്നു നിൽക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ
അള്ളാഹുവിന്റെ പ്രീതി മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരാൾ പോരാടുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പോരാട്ടം അത്യധികം ക്ലേശമുള്ള കാര്യമാണ്. പക്ഷേ ആ ക്ലേശമുള്ള കാര്യം നിർവഹിക്കുമ്പോഴും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യമായി വരുന്നില്ല എങ്കിൽ അള്ളാന്റെ അടുക്കൽ നിന്ന് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുവാൻ വകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ സമ്മഅ സമ്മഅ അല്ലാഹു ബി വമൻ യുറാഇ യുറാഇല്ലാഹു ബി. ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരാള് ജനങ്ങൾ അറിയാനും ജനങ്ങൾ കേൾക്കാനും ജനങ്ങളിൽ പ്രസിദ്ധി ആർജിക്കുവാനുമാണ് അയാളുടെ ആരാധനകൾ നിർവഹിക്കുന്നതെങ്കിൽ അയാൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് അയാൾക്ക് ലഭിക്കും. ജനങ്ങൾക്കിടയിൽ നല്ല കേളി ലഭിക്കും, നല്ല പേര് ലഭിക്കും. ഒരുപാട് നമസ്കരിക്കുന്ന, ഒരുപാട് ദാനം ചെയ്യുന്ന മനുഷ്യൻ എന്ന ഒരു ഖ്യാതി അയാൾക്ക് ലഭിക്കും. ലോകമാന്യത്തിന് വേണ്ടി ചെയ്താൽ ജനങ്ങൾക്കിടയിൽ വലിയ പേരും പ്രസിദ്ധിയും ലഭിക്കും. അതിനപ്പുറത്ത് ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുകയില്ല. കാരണം അള്ളാഹുവോടുള്ള ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അള്ളാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് മാത്രമാണ്, രൂപഹാവഭാവങ്ങളിലേക്കല്ല. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞാണ്, ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകി യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ല നോക്കുന്നത്, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി മാത്രമാണോ എന്നത്, അത് മാത്രമാണ് അള്ളാഹു നോക്കുന്നത്. ഇഖ്ലാസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇഖ്ലാസോട് കൂടി നിർവഹിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിശ്ചയം എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യാത്തുകൾ കൊണ്ട് മാത്രമാണ്. നിയ്യാത്ത്, അതിന്റെ സാക്ഷാൽ പ്രചോദനം എന്താണോ അതിനാണ് പ്രതിഫലം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും എന്താണോ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അതാണ് അയാൾക്ക് ലഭിക്കുക. അള്ളാന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിയാലേ അള്ളാഹുവോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മതയായിട്ടത് മാറുന്നുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവോടുള്ള ബന്ധത്തിലെ സൂക്ഷ്മതയുടെ ഒന്നാമത്തെ ഇനം അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അവന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവോടുള്ള കടപ്പാടുകളിൽ മറ്റൊരു വശം കൂടിയുണ്ട്. അള്ളാഹുവോടുള്ള കടപ്പാടുകളിൽ തന്നെ വേറൊരു വശം കൂടിയുണ്ട്. അതായത് അള്ള കൽപ്പിച്ച കാര്യങ്ങൾ മുറുകെ പിടിക്കലാണ് തഖ്വയിൽ ഒന്നെങ്കിൽ, രണ്ടാമത് അള്ള നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രതയാണത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം വേണം. അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രതയും സൂക്ഷ്മതയും തഖ്വയും ഈമാനുമുള്ളയാൾക്ക് മാത്രമേ അതിന് കഴിയൂ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ജനങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുമ്പോൾ അങ്ങകലെ വീട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. മാതാവ് മകളോട് പറയുന്നു പാലിൽ വെള്ളം ചേർക്കാൻ. മകള് പറയുന്നു, പ്രിയ മാതാവേ, അമീറുൽ മുഅ്മിനീൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ, അതിന് അമീറുൽ മുഅ്മിനീൻ അത് കാണുന്നുണ്ടോ? അമീറുൽ മുഅ്മിനീൻ ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ലം യറനാ ഉമർ വല്ലാഹു യറാനാ. ഉമർ നമ്മെ കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. ഖലീഫ നമ്മളെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. ഇല്ലം യറനാ ഉമർ വല്ലാഹു യറാനാ. അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യേന അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലാണ് അള്ളാഹുവോടുള്ള കടപ്പാടുകളിലെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത്. അള്ളാഹുവോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മത എന്ന് പറയുമ്പോൾ അള്ള നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അള്ളാനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കൂ. അള്ള കാണുന്നു എന്ന ബോധ്യമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു താഴ്വരയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരാട്ടിടയനിങ്ങനെ ഒരു കൂട്ടം ആട്ടിൻ പറ്റങ്ങളെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ആട്ടിടയനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നി. അദ്ദേഹം ആട്ടിടയനോട് പറഞ്ഞു,
വലിയ ആട്ടിൻകൂട്ടത്തെയാണല്ലോ താങ്കൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് വലിയൊരാടിനെയൊന്നും എനിക്ക് വേണ്ട, പക്ഷേ ഒരാട്ടിൻ കുഞ്ഞിനെ എനിക്ക് ലഭിച്ചാൽ ഞാനതിന് വലിയ സംഖ്യ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകാം. എന്ന് മാത്രമല്ല, അതെനിക്ക് സ്വന്തമായിട്ടുള്ളതല്ല, നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് അതിനറുത്ത് പാകം ചെയ്ത് കഴിക്കാം. ഇതായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആട്ടിടയനെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. ആട്ടിടയൻ പറഞ്ഞു, എന്റേതായിരുന്നു ഈ ആട്ടിൻ പറ്റമെങ്കിൽ എനിക്കത് തരാമായിരുന്നു, പക്ഷേ ഇത് എന്റേതല്ല, എന്റെ യജമാനന്റേതാണ്. യജമാനനോട് അനുമതി ചോദിക്കണം, അനുവാദം ചോദിക്കണം. അതിനെന്താ ഇത്ര വലിയ ആട്ടിൻകൂട്ടം? അതിൽ നിന്ന് ഒരാടിനെ എടുത്താൽ യജമാനനൊന്നും അതറിയാൻ പോകുന്നില്ലല്ലോ മനുഷ്യ. യജമാനൻ അതറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയും. യജമാനൻ അതറിയുന്നില്ലെങ്കിലും അല്ലാഹു അറിയും. അല്ലാഹ് നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കലാണ് സഹോദരങ്ങളെ തഖ്വ. അതാണ് സഹോദരങ്ങളെ ഈമാൻ. ആ തഖ്വയാണ് റമളാനിലൂടെ നമ്മൾ ആർജിക്കേണ്ടത്. റമളാൻ 30 ദിവസം അതല്ലെങ്കിൽ 29 ദിവസം കഴിയുമ്പോ അല്ലാഹുവോടുള്ള കടപ്പാടുകൾ സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ, ഇഖ്ലാസോടെ നിർവഹിക്കാൻ, അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഭയപ്പാടോടെ അകന്നു നിൽക്കാൻ, അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോടുകൂടി അകന്നു നിൽക്കാൻ നമുക്ക് സാധ്യമായാൽ നാം റമളാനിലൂടെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ ആ ഖുർആനികമായ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അല്ലാഹുവോടുള്ള ബന്ധത്തിൽ മാത്രമല്ല തഖ്വയുള്ളത്. തഖ്വയുടെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്ന മനുഷ്യരോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മതയാണ്. മനുഷ്യരോട് കടപ്പാടുകൾ നിർവഹിക്കണം. ആ കടപ്പാടുകൾ നിർവഹിക്കുമ്പോഴും അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോടു കൂടി നിർവഹിക്കണം. അല്ലാഹുവോടുള്ള ബന്ധം മാത്രമല്ല വിശ്വാസിക്കുള്ളത്, മനുഷ്യരോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മത. അതാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീലി വമാ മലകത് അയ്മാനുകും. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിൽ മറ്റാരെയും പങ്കു ചേർക്കാതെ ജീവിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹുവോടുള്ള കടപ്പാടുകളിൽ തഖ്വ അവസാനിക്കുന്നില്ല. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. ഇഹ്സാൻ എന്ന് പറഞ്ഞ അല്ലാഹുവിനുള്ള ഇബാദത്തുകളിൽ വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന തഖ്വയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നു എന്ന ബോധ്യത്തോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുമ്പോഴും ആ ബോധ്യമുണ്ടാവണം. അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. തഖ്വയാണത്. മനുഷ്യരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്തുള്ള സൂക്ഷ്മത. അനാഥകൾക്ക്, അഗതികൾക്ക്, അടുത്ത കുടുംബക്കാരായ അയൽക്കാർക്ക്, വൽ ജാരിൽ ജുനുബി, അടുത്ത് താമസിക്കുന്ന അയൽക്കാർക്ക്, വസ്വാഹിബി ബിൽ ജംബ്, അടുത്ത കൂട്ടുകാർക്ക്, വബിനിസ് സബീലി വമാ മലകത് അയ്മാനുകും, വഴിയാത്രക്കാർക്ക്, നിങ്ങളുടെ ഭൃത്യന്മാർക്ക്, ഇവർക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്യണം. ഇവരോടൊക്കെയുള്ള കടപ്പാടുകൾ നിങ്ങൾ നിർവഹിക്കുമ്പോൾ ഇഹ്സാനോടുകൂടി അത് നിർവഹിക്കുക. അല്ലാഹു കാണുന്നു എന്ന ബോധ്യത്തോടുകൂടി നിർവഹിക്കുക. ഇതാണ് മനുഷ്യരോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മത എന്ന് പറയുന്നത്. ഒരാൾ അല്ലാഹുവോടുള്ള കടപ്പാടിൽ വലിയ തഖ്വ പ്രകടമാക്കുന്നു. അയാളുടെ നമസ്കാരത്തിൽ, അയാളുടെ നോമ്പിൽ വലിയ ഖുശൂഉണ്ട്. വല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയഭക്തി കൈകൊള്ളുന്നവരാണ് വിശ്വാസികൾ. പക്ഷെ അല്ലാഹുവോടുള്ള കടപ്പാടിൽ മാത്രമല്ല, മനുഷ്യരോടുള്ള കടപ്പാടുകളിലും സൂക്ഷ്മത വേണം. അപ്പോഴേ ഒരു മനുഷ്യൻ റമളാനിലൂടെ തഖ്വയാർജിച്ചു എന്ന് പറയുക സാധ്യമാവുകയുള്ളൂ. മനുഷ്യരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്തുള്ള സൂക്ഷ്മത കൂടിയാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്ന തഖ്വ എന്ന് പറയുന്നത്. അല്ലാത്ത മനുഷ്യന് തഖ്വയുണ്ടെന്ന് പറയുക സാധ്യമല്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽ ഒന്നാണ് സൂറ അൽ മാഊൻ.
പരോപകാരം എന്നാണ് അധ്യായത്തിന്റെ തലവാചകം. ആ അധ്യായം ഇങ്ങനെയാണല്ലോ തുടങ്ങുന്നത്: മതത്തെ കളവാക്കുന്നവരെ നിങ്ങൾ കണ്ടില്ലേ? തഖ്വയില്ലാത്ത ആൾക്കാര്, മതത്തെ കളവാക്കുന്ന ആളുകൾ അവരാരാണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥ മക്കളെ ആട്ടിയകറ്റുന്നവർ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവർ. ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരങ്ങളെ സംബന്ധിച്ച് വിസ്മരിച്ചു പോയ നമസ്കാരക്കാർക്ക് നാശം. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരം സമൂഹത്തിൽ ചില ബാധ്യതകൾ അയാളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്നിടത്ത് ഒട്ടുമേ സൂക്ഷ്മതയില്ല. അവരാണ് നമസ്കാരത്തെ സംബന്ധിച്ച് വിസ്മരിക്കുന്ന നമസ്കാരക്കാർ, നമസ്കാരത്തെ സംബന്ധിച്ച് മറന്നുപോയ ആളുകൾ. അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ, അവർ പ്രദർശനപരതയാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. പരോപകാരം തടയുന്നവരാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നിടത്ത്, ജനങ്ങളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്തുന്നവരല്ല. അവർക്ക് തഖ്വയില്ലെന്നാ ഖുർആൻ പറഞ്ഞത്. അവർക്ക് തഖ്വയില്ല. നിസ്കരിക്കുന്നിടത്ത് അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നോമ്പ് നോൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ജനങ്ങളോടുള്ള കടപ്പാടുകൾ സൂക്ഷ്മതയോടെ നിറവേറ്റുന്നില്ല എങ്കിൽ, അവിടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ തഖ്വയില്ല. തഖ്വ എന്ന് പറഞ്ഞ സൂക്ഷ്മതയാണ്. ഒന്ന്, അല്ലാഹുവോടുള്ള കടപ്പാടിലെ സൂക്ഷ്മത. രണ്ട്, ജനങ്ങളോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മത. ഈ ദീൻ തഖ്വയെ കാണുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള സ്വകാര്യ ഇടപാടായിട്ട് മാത്രമല്ല, മനുഷ്യനും അല്ലാഹുവും തമ്മിലുള്ള ഇടപാടുകളിലെ സൂക്ഷ്മത, മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകളിലെ സൂക്ഷ്മത. അവിടെയും തഖ്വ അവസാനിക്കുന്നില്ല. മനുഷ്യേതരമായിട്ടുള്ള ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അവരോട് മുഴുക്കയുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലെ സൂക്ഷ്മത. അങ്ങനെയാണ് തഖ്വ ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നമുക്കറിയാം ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പറഞ്ഞുകൊടുത്ത ചരിത്ര വിവരണങ്ങൾ. ഒരു മനുഷ്യൻ കാണുകയാണ്, ഒരു നായ എങ്ങനെ മണ്ണ് കപ്പുന്നു. ദാഹിച്ചവശനായിട്ട് നായ മണ്ണ് കപ്പുന്നത് കണ്ട് ഒരു മനുഷ്യൻ ഒരു കിണറിലിറങ്ങി തന്റെ ഷൂവിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ നായക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ മനുഷ്യൻ അക്കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മനുഷ്യേതര ജീവജാലങ്ങളോടുള്ള തഖ്വ കൂടിയാണ്, മനുഷ്യേതര ജീവജാലങ്ങളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്തുള്ള സൂക്ഷ്മത കൂടിയാണ് തഖ്വയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒട്ടകമുണ്ടെങ്കിൽ, നാൽക്കാലികളുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഒട്ടകത്തിന്റെ മീതെ ആ ഒട്ടകത്തിന് വഹിക്കാൻ കഴിയാത്ത ഭാരം നിങ്ങൾ കയറ്റിവെക്കരുത്. ആ ഒട്ടകത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് നിങ്ങൾ പീഡിപ്പിക്കരുത്. തഖ്വയാണത്. മിണ്ടാപ്രാണികളോട് അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലെ സൂക്ഷ്മത. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരെ കാണുന്ന അതിസൂക്ഷ്മ ജീവികളിൽ ഒന്നാണ് ഉറുമ്പെന്ന് പറയുന്നത്. ഉറുമ്പിനേക്കാളും അതിസൂക്ഷ്മ ജീവികൾ ധാരാളമുണ്ട്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറുമ്പ്, ആ ഉറുമ്പിനോട് പോലും കടപ്പാടുണ്ടെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. ആ ഉറുമ്പിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നിടത്ത് പോലും സൂക്ഷ്മത വേണമെന്ന. അതെന്താണ്? ഒരു ചരിത്രം ഇപ്രകാരമാണ്. ഹസ്രത്ത് ബായസീദ് ബിസ്താമി സൂഫി പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ നാടായ ബിസ്താമിൽ നിന്ന് അകലെ ഒരു പ്രദേശത്ത് പോയി കുറച്ച് നട്ട്സ് വാങ്ങി, അണ്ടിപ്പരിപ്പ് വാങ്ങി വീട്ടിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ ഉറുമ്പുകൾ. അദ്ദേഹത്തിന് വലിയ പ്രയാസം. എന്റെ പണം നഷ്ടപ്പെട്ടു എന്ന പ്രയാസമല്ല, നട്ട്സ് നഷ്ടപ്പെട്ടു, അണ്ടിപ്പരിപ്പ് നഷ്ടപ്പെട്ടു എന്നുള്ള പ്രയാസമല്ല, മറിച്ച് ഈ ഉറുമ്പുകളെ അവരുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, അവരെ ഉള്ളേടത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. കാരണം ഖുർആൻ പറയുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ഉമമുൻ അംസാലുക്കും നിങ്ങളെപ്പോലത്തെ സമൂഹങ്ങളാണ്. അതുകൊണ്ട് ബായസീദ് ബിസ്താമിയുടെ ചരിത്രത്തിൽ പറയുന്നു, അദ്ദേഹം ആ നട്ട്സിന്റെ കവറോടുകൂടെ എവിടെ നിന്നാണോ അദ്ദേഹം അത് സ്വീകരിച്ചത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിലെ സൂക്ഷ്മതയാണ് ഇസ്ലാമിലെ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയാണ് സഹോദരങ്ങളെ റമദാനിൽ നമുക്കുണ്ടാവേണ്ടത്. ആ തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ് റമദാൻ.
അതിന്റെ വിശദാംശങ്ങളോട് കൂടി തന്നെ നമ്മളത് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള കടപ്പാടുകളിൽ അതോടൊപ്പം അള്ളാഹുവോടുള്ള കടപ്പാടിലെ സൂക്ഷ്മതയാണ് തഖ്വയുടെ വിവക്ഷയെങ്കിൽ അത്തരം വിശാലമായ വിവക്ഷയോടുകൂടെയുള്ള തഖ്വയാണ് റമളാനിലൂടെ, നോമ്പിലൂടെ നാം ആർജിക്കേണ്ടത്. ഇന്ന് മനുഷ്യൻ ഭൗതികാസക്തിയുടെയും അത്യാർത്തിയുടെയും പിന്നാലെ പാഞ്ഞുകൊണ്ട് മനുഷ്യ ജീവനുകളെ കൊന്നു തള്ളുന്ന ഭീകരമായ വാർത്തകളാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പോലും നമ്മൾ കേട്ടത്, നമ്മൾ വായിച്ചത്. അത്യാർത്തി മനുഷ്യനെ പിടികൂടി. ദുനിയാവിന്റെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞപ്പോ മനുഷ്യൻ ബന്ധങ്ങളെപ്പോലും വിസ്മരിച്ചുപോയി. അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം രോഗാതുരനായ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ ശവമഞ്ചത്തിന്റെ 2 ഭാഗത്തേക്കും എന്റെ കൈകൾ തൂക്കിയിടണം. ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകരെ അറിയിക്കാൻ വേണ്ടിയാണ്. പടയോട്ടം നടത്തുന്ന മനുഷ്യനായിരുന്നു. രക്തദാഹിയായ ആ മനുഷ്യൻ ഒരു പ്രദേശം കീഴ്പ്പെടുത്താൻ കഴിയാത്തതിലെ നിരാശ മൂലം രോഗിയാവുകയും ഈ ഘട്ടത്തിലാണ് ഉപദേശം, അന്ത്യോപദേശം. എന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോ എന്റെ 2 കൈകളും 2 ഭാഗത്തേക്കും തുറന്നിടണം, ലോകത്തിനൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകരെ അറിയിക്കാൻ വേണ്ടിയാണ്. ആർത്തിയോടുകൂടി, ആസക്തിയോടുകൂടി മനുഷ്യർ പരക്കം പായുകയാണ്. അവിടെ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും സഹോദരങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ശക്തിപ്പെടുമ്പോ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും നുകങ്ങളിൽ അഭയം തേടുന്നവനായി ആധുനിക യൗവനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അൽഹാകുമുത്തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. നിങ്ങൾ എല്ലാം മറന്നുകൊണ്ട് പൊങ്ങച്ചത്തിന് വേണ്ടി, ധാരാളിത്തത്തിന് വേണ്ടി മുതലാളിത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സമ്പാദിച്ചാലും നിങ്ങളുടെ കയ്യിലാവുന്നില്ല എന്നുള്ളതാണ്. എത്ര സമ്പാദിച്ചാലും കടത്തിന്മേൽ കടക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ശരിയായ ആത്മീയതയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന റമളാനുകൾ പ്രസക്തമാകുന്ന സഹോദരങ്ങളെ. റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തി കൊണ്ട് മറ്റുള്ളവരെ കൊന്നുകളയാൻ പറയുന്നതല്ല റമളാന്റെ സന്ദേശം എന്ന് പറയുന്നത്. മറ്റുള്ളവരിലേക്ക് ചേർന്ന് നിൽക്കാൻ ആവശ്യപ്പെടുന്ന ആത്മീയതയാണ് റമളാൻ ആഹ്വാനം ചെയ്യുന്നത്. ഒരു വശത്ത് സ്വയം നശിക്കുകയും കുടുംബ ബന്ധുക്കളെ അടക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിൽ ആത്മീയത എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നത് പോലെ മനുഷ്യരിലേക്ക്, ആദ്യം കുടുംബങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവോടുള്ള ബന്ധം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ചേർത്തു പറഞ്ഞതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവെ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക. അതാണ് ഖുർആന്റെ പ്രയോഗം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ, രക്തബന്ധങ്ങളെയും സൂക്ഷിക്കുക എന്നാണ്. കർമ്മങ്ങൾ പോലും, സുഹൃതങ്ങൾ, ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കുന്നത് കുടുംബബന്ധം നല്ലതുപോലെ ചേർക്കുമ്പോഴാണ്. കുടുംബബന്ധം മുറിക്കുന്നയാളുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കുന്നില്ല. ഭീകരമായി സ്വന്തം കുടുംബത്തിൽ 5 പേരെ, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ അടക്കമുള്ള 5 പേരെ കൊന്നുകളയുമ്പോ സഹോദരങ്ങളെ, ആ മനുഷ്യനെ കുറിച്ച്, ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചിലർ അഭിപ്രായപ്പെട്ടു. അയാൾ 5 നേരം നമസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നയാളായിരുന്നു. അയാൾ റമളാനിൽ വ്രതമെടുത്തിരുന്ന ആളായിരുന്നു. കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അയാളുടെ ജീവിതം സംസ്കരിക്കപ്പെടുന്നില്ല എങ്കിൽ മനുഷ്യരോട്, രക്തബന്ധുക്കളോട്, അതുപോലെ എല്ലാ മനുഷ്യരോടുമുള്ള കടപ്പാടുകളും ബന്ധങ്ങളും നിലനിർത്തുവാൻ അയാളുടെ നമസ്കാരവും നോമ്പും, നമ്മുടെ നമസ്കാരവും നോമ്പും നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ഈ നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒരർത്ഥവുമില്ല. ഇന്ന അഅ്മാല ബനി ആദമ തുഅറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവിലും മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഫലാ യുഖബലു അമലു ഖാതി റഹ്മിൻ. കുടുംബ ബന്ധം മുറിക്കുന്നയാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എല്ലാ വെള്ളിയാഴ്ച രാവിലും അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കുടുംബ ബന്ധം മുറിക്കുന്നയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല.
ഇങ്ങനെ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നവർ, കുടുംബ ബന്ധങ്ങളെ ഛേദിച്ചു കളയുന്ന ആളുകൾ, അവർ 5 നേരം നമസ്കരിച്ചാലും റമദാനിൽ 29, 30 വ്രതമനുഷ്ഠിച്ചാലും ഇനി അതിനപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്താലും അതൊന്നും അയാൾക്ക് ഉപകരിക്കില്ല. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളൊരു മനുഷ്യനെ കൊണ്ടുവരും, അയാൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പെടുത്തിട്ടുണ്ടാവും, ദിക്റും സ്വലാത്തും തസ്ബീഹുകളും ഒക്കെ ധാരാളം ചൊല്ലിയിട്ടുണ്ടാകും. പക്ഷേ അതേ മനുഷ്യൻ തന്നെ ഒരുപാട് ആളുകളുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ചിലരുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും, ചിലരോട് അക്രമം ചെയ്തിട്ടുണ്ടാവും, ചിലരെ പരിഹസിച്ചിട്ടുണ്ടാവും, ചിലരെ പറ്റി അപവാദവും കളവും ഇല്ലാ കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ടാവും, ഏഷണിയും പരദൂഷണവും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മഹ്ശറിൽ വിചാരണയുടെ ഘട്ടത്തിൽ ഇയാളുടെ നന്മകൾ മുഴുവൻ, ആരെയാണോ ഇയാൾ ആക്രമിച്ചത്, ആരുടെ രക്തമാണോ ഇയാൾ ചൊരിഞ്ഞത്, ആരെ സംബന്ധിച്ചാണോ അപവാദം പ്രചരിപ്പിച്ചത്, ആരെ പറ്റിയാണോ ഏഷണിയും പരദൂഷണവും പരിഹാസവും നടത്തിയത്, ആരെ പറ്റിയാണോ ഇല്ലാ കഥകളും കള്ളങ്ങളും പ്രചരിപ്പിച്ചത്, അവർക്ക് ഇയാളുടെ നന്മകൾ മുഴുവനും നൽകുകയും ഇയാളുടെ നമസ്കാരവും നോമ്പും ഇയാളുടെ പുണ്യകർമ്മങ്ങളും എല്ലാം സഹോദരങ്ങളെ അവർക്ക് നൽകുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഇയാൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ ഭാരത്താൽ ഇയാളെ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവാചകൻ ചോദിക്കുകയാണ്, ഇയാളെക്കാൾ പാപ്പരായ മനുഷ്യർ ലോകത്താരാണുള്ളത്? ഇയാളെക്കാൾ പാപ്പരായ മനുഷ്യർ ലോകത്താരാണുള്ളത്? സഹോദരങ്ങളെ, മനുഷ്യരോടുള്ള ബന്ധം പ്രധാനമാണ്. അത് നന്നാക്കണം, അത് വൃത്തിയാക്കണം. കടപ്പാടുകൾ നിർവഹിക്കുന്നിടത്ത് സൂക്ഷ്മതയുണ്ട് എന്നുറപ്പുവരുത്തണം. അല്ലാഹുവോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ മനുഷ്യരോടുള്ള എന്റെ കടപ്പാടുകളും സൂക്ഷ്മതയോടെ നിർവഹിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്താൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ മുത്തഖിയാവുന്നത്. ആ തഖ്വയാണ് റമദാനിൽ ഉണ്ടാവേണ്ടത്. ഫുലാനത്തുൻ തുദ്കറു മിൻ സ്വലാത്തിക വ സിയാമിക. ഒരു സഹോദരി ഒരുപാട് നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സഹോദരിയാണ്, പക്ഷേ അവരുടെ അയൽക്കാരെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. അവർ ചെയ്യുന്ന പണിയതാണ്. ഒരുപാട് നിസ്കാരവും നോമ്പും, നിസ്കാരത്തിലും നോമ്പിലുമൊക്കെ പേര് കേട്ട സഹോദരിയാണ്, പക്ഷേ അയൽക്കാരെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹിയ പിന്നാർ, ഒരു സംശയവും വേണ്ട, അവരെ നരകത്തിലാണ്. വേറൊരു സഹോദരി നിസ്കാരത്തിലും നോമ്പിലും ഒന്നും പേര് കേട്ടയാളല്ല, പക്ഷേ നിർബന്ധ നമസ്കാരം, നിർബന്ധമായ നോമ്പ്, അതുപോലെ റവാത്തിബ് സുന്നത്തുകൾ, ഐച്ഛികമായ മറ്റു സുന്നത്ത് നോമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, അതല്ലെങ്കിൽ ധാരാളം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നയാൾ എന്നൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. പക്ഷേ അയൽക്കാർക്ക് ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കും, അയൽക്കാർക്ക് ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, രക്തബന്ധുക്കളല്ലാത്ത അയൽക്കാർക്കൊക്കെ ധാരാളം പുണ്യങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവര് തന്നെയാണ് സ്വർഗത്തിൽ, അവരാണ് സ്വർഗത്തിൽ ഉണ്ടാവുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കുക. പിശാചിന്റെ പ്രലോഭനങ്ങളാണ് പല നിലക്കും നമ്മുടെ അടുക്കലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിശാചാണ് മനുഷ്യനെ നാശത്തിലേക്ക്, മനുഷ്യൻ ആർത്തിയുടെയും ദ്വരയുടെയും മുതലാളിത്തത്തിന്റെയും ധാരാളിത്തത്തിന്റെയും ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ധാരാളിത്ത ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കാതെയാണ് പലരും സ്വയം നാശത്തിന്റെയും ബന്ധുക്കളെ നശിപ്പിക്കുന്നതിന്റെയും വഴികൾ തേടിയെങ്കിൽ, സഹോദരങ്ങളെ, പിശാചാണ് ഈ ധാരാളിത്ത ജീവിതത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, പലരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള പണം കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഉദ്യോഗസ്ഥനാണ്, പക്ഷെ ഉള്ള പണം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. കച്ചവടം മെച്ചത്തിൽ തന്നെയാണ്, പക്ഷെ ഉള്ള പണം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ധാരാളിത്ത മുതലാളിത്ത ജീവിതം എന്ന് പറയുന്നത്. പിശാചാണ് ഇതിന്റെ പ്രചോദനം എന്ന് ഖുർആൻ പറയാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നിശ്ചയം ധൂർത്തന്മാർ, പൊങ്ങച്ചക്കാർ, അവർ പിശാചിന്റെ മിത്രങ്ങളാണ്. പിശാചോ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നയാളാണ്.
ഇതേ പിശാച് മനുഷ്യരെ ഈ മുതലാളിത്ത ജീവിത ശൈലി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന പിശാച് തന്നെയാണ് മനുഷ്യന്റെ മുമ്പിൽ ഒരു വഴിയുമില്ലാതായി മാറുമ്പോൾ ലഹരിയുടെ ഉന്മാദത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നത്. ഇനി ഇതാ നിന്റെ മുമ്പിൽ ഒന്നും ചിന്തിക്കണ്ട, നീ നിന്നെ തന്നെ മറന്നുകൊണ്ടൊരു മായാലോകത്തേക്ക് നിനക്ക് പോവാൻ കഴിയുന്ന ഒരു മാർഗം ഇതാ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ലഹരിയുടെ വഴിയാണ്. ലഹരിയാണ് പിശാച് പരിഹാരമായിട്ട് പറയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിന്റെ മാലിന്യങ്ങളിൽപ്പെട്ടതാണ് മദ്യം. അത് നിങ്ങൾ ഒഴിവാക്കണം. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കണമെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയേ പറ്റൂ. ഒരു വശത്ത് ലഹരിയുടെ ഉന്മാദത്തിലേക്ക് പിശാച് ക്ഷണിക്കുമ്പോ ലഹരിക്കെതിരെ പോരാടാനാണ് വിശുദ്ധ ഖുർആനും അല്ലാഹുവും റമളാനും തഖ്വയും നമ്മോട് പറയുന്നത്. ലഹരിക്കെതിരെ പോരാടുക. റമളാൻ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, വിശേഷിച്ചും ഈ വരുന്ന റമളാൻ എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മാസം കൂടിയാണ്. ലഹരിയിൽ നിന്ന് പരമാവധി ചെറുപ്പക്കാരെ വിമോചിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാവണം. അവരെ ഖുർആനിലേക്ക്, മസ്ജിദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അവരെ ആത്മീയതയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലഹരിയാകുന്ന ഉന്മാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. ലഹരിയാണ് സകല തിന്മകളുടെയും മാതാവെന്ന് പറയുന്നത്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എല്ലാ തിന്മകളുടെയും മാതാവ് ലഹരിയാണ്. ഒരു മനുഷ്യൻ ലഹരി അയാൾ ഉപയോഗിക്കുന്നതോടുകൂടി എല്ലാം മറക്കുന്നു. അയാൾ പിന്നെ വ്യഭിചരിക്കുന്നു, കൊല നടത്തുന്നു. എല്ലാ തിന്മകളും ഒരു തിന്മയോടുകൂടി ആരംഭിക്കുന്നു. അതാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിയുടെ വലയമിതാ പിശാച് മനുഷ്യരുടെ മുമ്പിൽ വരച്ചിരിക്കുന്നു. ആ വലയത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ആദ്യം മദ്യത്തിലേക്ക്, പിന്നീട് കഞ്ചാവിലേക്ക്, മയക്കുമരുന്നിലേക്ക്, MDMA ആയി പിശാച് മനുഷ്യന്റെ മുമ്പിൽ ലഹരിയുടെ ഉന്മാദം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ റമളാൻ നമ്മോട് പറയുന്നു, ദേഹേച്ഛയോട്, പ്രലോഭനങ്ങളോട്, പിശാചിനോട് സമരം ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റമളാൻ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ റമളാനിൽ നമുക്ക് നിർവഹിക്കാനുള്ള ആത്മീയമായ ദൗത്യം എന്താണെന്ന തിരിച്ചറിവോട് കൂടിക്കൊണ്ട് തന്നെ റമളാനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പിശാചിന്റെ എല്ലാത്തരം പ്രചോദനങ്ങളോടും പ്രലോഭനങ്ങളോടുമുള്ള സമരമാണത്. ഇന്ന ശൈത്താന യജ്രീ മിനൽ ഇൻസാനി മജ്റദ്ദം. പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ രക്തമോടുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിച്ചുകൊണ്ട് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ പ്രലോഭനങ്ങൾ, തിന്മയിലേക്കുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളയ്യിഖു മജാരിഹി ബിൽ ജൂഇ വസ്സൗം. എന്തിനാണ് റമളാൻ? വിശന്നുകൊണ്ട്, നോമ്പെടുത്തുകൊണ്ട് പിശാചിന്റെ സഞ്ചാരത്തിന്, പ്രലോഭനങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് റമളാൻ, അതിനാണ് നോമ്പെന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെ റമളാൻ കഴിയുന്നതോടെ തഖ്വയെ സമ്പൂർണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധ്യമാവണം. ഏത് തഖ്വ? അല്ലാഹുവോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മതയും, മനുഷ്യരോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മതയും, മനുഷ്യേതര ജീവജാലങ്ങളോടുള്ള കടപ്പാടുകളിലെ സൂക്ഷ്മതയുമാണ് തഖ്വയുടെ വിവക്ഷ എന്ന് പറയുന്നത്. ആ തഖ്വയെ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമമാണ് സഹോദരങ്ങളെ റമളാനിൽ ഉണ്ടാവേണ്ടത്. പിശാച് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത, ധാരാളിത്ത ജീവിതത്തിനെതിരെയും പിശാച് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉന്മാദത്തിനെതിരെയുമുള്ള സമരം കൂടി നടത്താനുള്ള മാസമാണ് റമളാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റമളാനെ സമീപിക്കുവാൻ നമുക്ക് സാധ്യമാവണം. റമളാനിലൂടെ തഖ്വയെ, ആത്മീയമായ ചൈതന്യത്തെ കഴിവിന്റെ പരമാവധി വർദ്ധിതമായ ഏറ്റവും ശക്തമായ അളവിൽ തന്നെ നേടിയെടുക്കുവാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.
الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ നോമ്പ് തുറപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നോമ്പ് കഞ്ഞി എല്ലാ റമദാനുകളിലും നമ്മൾ നമ്മുടെ മസ്ജിദിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ തൊട്ടടുത്തുള്ള സമീപത്തുള്ള മസ്ജിദുകളിലെല്ലാം തന്നെ നോമ്പ് കഞ്ഞി, അതുപോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. ഈ വർഷം ഒരാളുടെ വിഹിതമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 12,000 രൂപയാണ്. 12,000 രൂപയാണ് ഒരു വിഹിതമായി നമ്മുടെ നോമ്പ് തുറയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന് നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ നോമ്പ് അയാൾക്ക്, അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുന്നതോടുകൂടി അയാളെ നോമ്പ് തുറപ്പിച്ചയാൾക്ക് കൂടി അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എത്രയോ ആളുകളെ ഇവിടെ നോമ്പ് തുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലമെല്ലാം നേടുന്നത് ആ നോമ്പ് തുറയിലേക്ക് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കാണ് അതിന്റെ പ്രതിഫലം നേടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നോമ്പ് കഞ്ഞി ഇഫ്താർ ഫണ്ടിലേക്ക് സഹോദരങ്ങളെ ഉദാരമായ സംഭാവന അർപ്പിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ പുനർനിർമ്മാണം വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വുളൂഖാന അതെല്ലാം തന്നെ വളരെ ഭംഗിയിൽ പൂർത്തീകരിച്ചു. നമുക്കറിയാം, ഏറ്റവും മനോഹരമായിട്ടുള്ള വുളൂഖാനയായിട്ട് നമ്മുടെ വുളൂഖാന എന്ന് നിലനിൽക്കുകയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ അകത്തേക്കും വികസന പ്രവർത്തനങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇപ്പോഴിവിടെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ AC, അത് ഇൻഷാ അല്ലാഹ് അതിന്റെ പൂർണ്ണതയിൽ തന്നെ അടുത്ത ആഴ്ചയൊക്കെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം. ഏതായാലും AC അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിയിലും നമ്മുടെ പള്ളിയെ നമ്മൾ കൂടുതൽ ആളുകൾക്ക് നമസ്കരിക്കുവാനും വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിന്റെ വികസനം, അതിന്റെ നിർമ്മാണം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സഹോദരങ്ങളെ, എല്ലാവരും നമ്മുടെ പള്ളിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവരുടേതായിട്ടുള്ള സംഭാവനകൾ ഒരാളും മാറി നിൽക്കാതെ, മഹല്ല നിവാസികൾ മാത്രമല്ല, ഈ മസ്ജിദുമായി, ഈ സംവിധാനവുമായിട്ട്, യഥാർത്ഥത്തിൽ പാളയ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് കേവലം ഒരു മഹല്ല എന്നതിനപ്പുറത്ത് അത് വലിയൊരു കൂട്ടായ്മയാണ്. അത് സ്വയം തന്നെ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നവീകരണ സന്ദർഭത്തിൽ, ഈ പ്രസ്ഥാനത്തിന്റെ വികസന സന്ദർഭത്തിൽ സഹോദരങ്ങളെ മാറി നിൽക്കാതെ എല്ലാവരും ഉദാരമായിട്ട് സംഭാവന അർപ്പിക്കണം. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിനൊരു പള്ളി നിർമ്മിച്ചാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവനൊരു ഭവനമുണ്ടാക്കി കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ ഏതെല്ലാം നിയ്യാത്തുകൾ വെച്ചുകൊണ്ടാണോ, ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ നമ്മൾ അർപ്പിക്കുന്നത്, അതല്ലെങ്കിൽ സംഭാവന നൽകുന്നത്, അല്ലാഹു തആല നിയ്യാത്തുകളെ മുഴുവൻ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം, ഖബർ ജീവിതം അല്ലാഹു തആല കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെയുള്ള പ്രയാണം മിന്നൽ വേഗത്തിലുള്ളതാക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബത്തോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് തഖ്വയും ഈമാനും ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹ് ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഗസയിൽ, ഫലസ്തീനിൽ എന്നെന്നും നിർഭയത്വമുള്ള സമാധാനമുള്ള സാഹചര്യം നിലനിർത്തി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ ബൈത്തുൽ മഖ്ദിസിന്റെ സമ്പൂർണ്ണമായ മോചനം നീ യാഥാർത്ഥ്യമാക്കി തരണമേ റബ്ബേ, യാഥാർത്ഥ്യമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹുവേ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. പരസ്പരമുള്ള ഇണക്കം നീ ശക്തിപ്പെടുത്തണമേ റബ്ബേ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹുവേ എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് ഉടമസ്ഥനായി റബ്ബേ അല്ലാഹ് എന്ന് വിളിക്കാൻ റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളെയും സഫലീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ പങ്കുവെക്കുന്നതും പുറത്ത് പറയുന്നതും പറയാത്തതുമായ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹ് നീ പൂർത്തീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുമ്മ റദ്ദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ്യത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅസിബ്നാ ബിൻ നാർ വലാ تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.